എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് പൂരാടം നാളിലെ അത്തത്തിന്റെ പ്രത്യേകതകൾ അറിയാമോ? ഞങ്ങൾ ഇന്നും പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പൂക്കളുണ്ട്, പക്ഷെ എല്ലാം കൂടി ഞാൻ ഇന്ന് ഇടുന്നില്ല, നാളെയും കൂടി ഇടാനായി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പൂരാടം നാളിലെ അത്തത്തിന്റെ പ്രത്യേകതകളും ഐതിഹ്യങ്ങളും കേട്ടാലോ? അത്തം തുടങ്ങി 8ാം നാളാണ് പൂരാടം. പക്ഷേ ഇത്തവണ വന്നിരിക്കുന്നത് 9ാം നാളാണെങ്കിലും നമ്മൾ സാധാരണ പൂരാടം ആഘോഷിക്കുന്നത് പോലെ തന്നെ ഇതും കണക്കാക്കുന്നത്. പൂരാട ഉണ്ണികൾ, ഈ ദിവസം കുട്ടികളെ പൂരാട ഉണ്ണികൾ എന്ന് വിളിക്കുകയും അവർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഉത്രാടപ്പാച്ചിലിനും തിരുവോണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസമാണ് ഇന്ന്. കാർഷിക വിളവുകളും പച്ചക്കറികളും മുതിർന്നവർക്ക് സമ്മാനമായി നൽകുന്ന പൂരാട കാഴ്ച ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ്. പൂരാടം നാളിലാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കര അപ്പന്റെ ഓണത്തപ്പൻ വിഗ്രഹങ്ങൾ ശുദ്ധി വരുത്തി പൂക്കളത്തിൽ പ്രതിഷ്ഠിക്കാൻ ആരംഭിക്കുന്നത്. ഈ ചടങ്ങിനെ പൂരാടം ഉണ്ണുക എന്നും ചിലയിടങ്ങളിൽ പറയാറുണ്ട്. പൂക്കളത്തിന് നടുവിൽ മൺപുറ്റ് അല്ലെങ്കിൽ ശുദ്ധമായ കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചതുരാകൃതിയിലുള്ള അടിത്തറയും മുകളിലേക്ക് കൂർത്തതുമായ പിരമിഡ് ആകൃതിയിലുള്ള മൺരൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. തൃക്കാക്കര അപ്പനെ, അതായത് വാമനമൂർത്തിയെ വരവേൽക്കാൻ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കി ഒരുക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പ്രകൃതിയിലെ ജലദേവതയായ ആപസ് അധിപതിയായ പൂരാടം നക്ഷത്രത്തിൽ ഐശ്വര്യത്തിനായി തൃക്കാക്കര അപ്പന് അട നിവേദിക്കുന്ന പതിവും കൂടി ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു.